നമസ്കാരം. നവീൻ ബാബുവിനൊടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു. CPMന്റെ ഭീകരതയ്ക്ക് ഇരയായി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മുൻ ഡെപ്യൂട്ടി കളക്ടർ, മുൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബു. ആ മനുഷ്യൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളായവരെ കണ്ടെത്താൻ CBI അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ആ തീരുമാനം. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ വിജ്ഞാപനം ഇറങ്ങും. വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടമ്പ CBI കേസ് ഏറ്റെടുക്കുകയാണ്. CBI ഇതിനു മുമ്പ് തന്നെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. CBI കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നവീൻ ബാബു കേസിൻ്റെ അന്വേഷണ ഫയൽ മുഴുവൻ അങ്ങോട്ട് കൈമാറേണ്ടി വരും. നേരെ ചൊവ്വയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായും നവീൻ ബാബുവിൻ്റെ ഘാതകയായ PP ദിവ്യ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ കണ്ണൂരിലെ CPM നേതാക്കളിൽ പലരും കുടുങ്ങും. CPMനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. ഹൈക്കോടതിയേക്കാൾ മുകളിലാണോ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചായിരുന്നു രാഗേഷിൻ്റെ രംഗപ്രവേശം. ഇതാ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും അപശബ്ദമുയരുന്നു. CPM നേതാക്കളുടെ ബിനാമി ഇടപാടുകളിലേക്ക് അന്വേഷണം നീളുമെന്ന് അവർ ഭയപ്പെടുന്നു. പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായി എങ്ങനെയാണ് പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്തത് എന്നതടക്കം അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രശാന്ത് തഹസീൽദാർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. പിന്നീട് നവീൻ ബാബു ജീവനെടുക്കുകയും കളക്ടറുടെ ഓഫീസിൽ നിന്ന് ഫയൽ എടുക്കുകയും ചെയ്തപ്പോൾ ആ പാർട്ണർഷിപ്പ് ഡീഡ് അപ്രത്യക്ഷമായി. ആരായിരുന്നു പ്രശാന്തിൻ്റെ പാർട്ട്ണർ? മാത്രമല്ല, കളക്ടറുടെയും PP ദിവ്യയുടെയും ടെലിഫോണുകൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല. ആ ടെലിഫോണിലെ പരിശോധിച്ചാൽ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിയുമെന്നും MV ജയരാജനും CPIM പാർട്ടി ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയും ഒക്കെ കുടുങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. CPMമാർ എങ്ങനെയാണ് നീതിമാനായ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തത് എന്നതിൻ്റെ വിശദാംശങ്ങൾ CBIക്ക് കണ്ടെത്താൻ കഴിയും. ഈ ആശങ്ക CPMനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് CPI നേതാക്കൾ CBI അന്വേഷണത്തിന് വിട്ട തീരുമാനത്തെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിലെ CPMന്റെ മുതിർന്ന നേതാവ് ഹർഷകുമാർ CBI അന്വേഷണം അനാവശ്യമാണ്, CBI ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല, മരണം അത് ആത്മഹത്യയായിരുന്നു, അതിൻ്റെ പിന്നിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇന്ന് രംഗത്ത് വരാൻ കാരണവും അതുതന്നെയാണ്. ഹർഷകുമാറിന്റെ വാദം ഇങ്ങനെയാണ്. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മഹത്യയെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ആക്ഷേപിക്കപ്പെട്ടതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇപ്പോൾ അത് സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് നവീൻ ബാബുവിന്റെ ഭാര്യ ഗവൺമെന്റിൽ കൊടുത്ത പരാതി അടിസ്ഥാനത്തിൽ CBIക്ക് അന്വേഷണം വിട്ടതായി വാർത്ത വന്നു. ഇത് ആ കാലം മുതൽ തന്നെ ചില സംശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നതാണ്. ഒരു കാര്യം, ഒരു ഭരണാധികാരി തരത്തിൽ PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അവിടെ ഒരാളൊരു പെട്രോൾ പമ്പിന് അനുമതിക്ക് വേണ്ടി അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ മനഃപൂർവ്വമായി നിരസിക്കുന്നു, അല്ലെങ്കിൽ അപേക്ഷ തീരുമാനമാകാതെ മാറ്റിവെക്കുന്നു. നിരന്തരമായി സ്വാഭാവികമായി ഒരു പൊതുപ്രവർത്തകർ തരത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. എൻ്റെ അടുത്ത് എത്രയോ കാര്യത്തിൽ ആളുകൾ ശുപാർശയായി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ വിളിച്ച് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം, സമയത്ത് ചെയ്തിട്ടില്ല, അത് ചെയ്യണമെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. PP ദിവ്യയും അത്തരത്തിലൊരു നിർദ്ദേശമല്ലാതെ മറ്റെന്തെങ്കിലും അനാവശ്യം കാണിച്ചതായി പറയാൻ കഴിയില്ല. പക്ഷേ PP ദിവ്യ നിരന്തരമായി പറഞ്ഞിട്ടും ആ കാര്യത്തിൽ തീരുമാനമെടുക്കാതിരുന്ന നവീൻ ബാബു ഒരു സുപ്രഭാതത്തിൽ അതിന് അനുമതി കൊടുത്തത് PP ദിവ്യ അറിയും. അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ഒരു അഭിലഷണീയമായ മാർഗത്തിലൂടെയല്ല. കാരണം അദ്ദേഹം അതുവരെ പറഞ്ഞ തടസ്സവാദങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അദ്ദേഹം അനുമതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ചില സംശയങ്ങളുണ്ടാകും. ആ സംശയം അതിനകത്തിൽ ആകെ ഉണ്ടായൊരു കുഴപ്പം, നവീൻ ബാബുവിന്റെ സ്ഥലമാറ്റ യാത്രയപ്പ് യോഗത്തിൽ ആ അറിയിപ്പില്ലാതെ കടന്നു ചെന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായി കാണാൻ കഴിയില്ല. അപ്പോ അത്തരത്തിലൊരു കാര്യത്തിൽ അവര് ആ വിളിക്കാതെ അവിടെ കയറി ചെന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ചാടി അങ്ങ് ആത്മഹത്യ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കും ആരോടൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഭരണകർത്താക്കൾക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ തെറ്റ് ചെയ്താൽ ശാസിക്കാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പോ മാനസികമായി ചില കാര്യങ്ങളെ താങ്ങാൻ കഴിയില്ലാത്ത ഒരാള്, അയാളുടെ മാനസിക ദൗർബല്യം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതിന് PP ദിവ്യ എങ്ങനെ കുറ്റം പറയാൻ പറ്റും?
പി ദിവ്യ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം തന്റെ മക്കളെയും ഭാര്യയും കുടുംബത്തെയും ഒന്നും ഓർക്കാതെ ഒറ്റയടിക്ക് അങ്ങ് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഏതുതരം മനസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്? അപ്പൊ ആ മരിച്ച ആള് ഈ കുറ്റബോധം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പൊ അതിന് പി ദിവ്യ തെറ്റുകാരിയാണെന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല. തന്നെ ഇപ്പൊ UDF ഇപ്പൊ ഈ CBI കൊണ്ട് അന്വേഷിപ്പിച്ചാലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്? അവര് നേരിട്ട് ഇയാളുടെ ആത്മഹത്യയിലൊന്നും അവര് ഏതെങ്കിലും കുറ്റകരമായ ഇടപെടൽ നടത്തിയാൽ ആർക്ക് തെളിയിക്കാൻ പറ്റും? CBIക്ക് എന്ത് തെളിയിക്കാനാ പറ്റുമെന്ന് പറയുന്നത്? CPM നേതാക്കൾ എത്രമാത്രം ഭയക്കുന്നു ഈ CBI അന്വേഷണത്തെ എന്നതിന് തെളിവാണ് ഹർഷകുമാറിന്റെ ഈ രംഗപ്രവേശം. വരും ദിവസങ്ങളിൽ കണ്ണൂരിലെ കൂടുതൽ നേതാക്കൾ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരും. CPM കണ്ണൂർ ലോബിയുടെ കണ്ണിലുണ്ണിയാണ് പി ദിവ്യ. പി ദിവ്യയ്ക്ക് ഇക്കുറി കല്യാശ്ശേരിയിൽ സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൊടുത്തില്ല. അത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് തന്റെ ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത തന്ത്രത്തിന്റെ ഭാഗമാണെന്നും പറയപ്പെടുന്നവരുണ്ട്. എന്നാൽ പി ദിവ്യയും പാർട്ടിയിലെ ഉന്നത നേതാക്കളും ഒരുമിച്ച് ചേർന്ന് നിരവധി തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്നും അതിന് വിശദാംശങ്ങളിലേക്ക് അന്വേഷണം പോവാതിരിക്കാനാണ് CBIയെ ഭയന്നതെന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കുന്നത് CPMന് തലവേദനയായി മാറും. അതേസമയം VD സതീശൻ സർക്കാരിന്റെ കഴകത്ത് കേടുകൊണ്ട് കേസ് ഇനിയും അട്ടിമറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പോലീസിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു എന്ന് വരുമ്പോൾ അടിയന്തരമായി കേസ് അന്വേഷിച്ചിരുന്ന CPMകാരനായ ശ്രീജിത്ത് കൊടേരി എന്ന ഉദ്യോഗസ്ഥനും ആ സംഘവും കേസിൽ അട്ടിമറികൾ നടത്തിയെന്ന് വരാം. കേസ് രേഖകൾ നശിപ്പിച്ചെന്ന് വരാം. CPMന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും എന്നതുകൊണ്ട് തന്നെ ആ രേഖകളൊന്നും സുരക്ഷിതമല്ല. CBI വരുന്നതിന് മുൻപ് ധൃതി പിടിച്ച് ഈ ഫയലുകൾ നശിപ്പിച്ചാൽ അതിശയിക്കേണ്ടതില്ല. തെളിവുകളൊന്നും ശേഖരിക്കാതെ പി ദിവ്യയെ മാത്രം മുമ്പിൽ നിർത്തി ദിവ്യയെ രക്ഷിച്ചെടുക്കുന്ന തരത്തിലായിരുന്നു കേസ് അന്വേഷണം ഇതുവരെ പോയത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെളിവ് CBI കണ്ടെത്താൻ സാധ്യതയുണ്ടെങ്കിൽ അവയെല്ലാം നശിപ്പിക്കാനുള്ള സാധ്യത കൂടി വരികയാണ്. ആലപ്പുഴയിലെ രക്ഷാ കേസ് അന്വേഷണം ഒടുവിൽ പാളിയതുപോലും സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായി തെളിവ് ശേഖരിച്ച് കോടതിയിൽ ചെന്നപ്പോൾ പ്രോസിക്യൂട്ടർ സർക്കാരിനെ തേച്ചു. ഇതേ തേക്കൽ കേരളം മുഴുവൻ നടക്കുന്നത് കണ്ണൂരിലും ആവർത്തിക്കും. ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസിലെ രേഖകൾ നശിപ്പിച്ചതിന് ശേഷമായിരിക്കും ഫയലുകൾ കൈമാറുക. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞാൽ പി ദിവ്യ മാത്രമല്ല കണ്ണൂരിലെ CPI നേതാക്കളും നവീൻ ബാബു കേസിൽ കുടുങ്ങുമെന്ന് തീർച്ച. അതേ ഒടുവിൽ നവീൻ ബാബുവിന് നീതി ലഭിച്ചിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ കുറേ കാലമായി നടത്തിയിരുന്ന നീണ്ട പോരാട്ടം ഫലത്തിലെത്തിയിരിക്കുന്നു. മഞ്ജുഷയുടെയും നവീൻ ബാബുവിൻ്റെയും മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിലൂടെ സർക്കാർ സർവീസിൽ ജോലി കൊടുക്കാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിനെങ്കിലും ഏറെ വൈകാതെ നീതി കൊടുക്കാൻ തീരുമാനമെടുത്ത VD സതീശൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ.